Hi all, welcome to our channel. ഇന്ന് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റിജക്ഷൻ ഔട്ട് ആൻഡ് റിജക്ഷൻ ഇൻ എന്ന് പറയുന്ന രണ്ട് വൗച്ചേഴ്സ് ആണ്. ഈ രണ്ട് വൗച്ചേഴ്സും തന്നെ ഇൻവെന്ററി വൗച്ചേഴ്സ് ആണ്. റിജക്ഷൻ ഔട്ട് ആൻഡ് റിജക്ഷൻ ഇൻ എന്ന് പറയുന്നത് റെസിപ്റ്റ് നോട്ട് ആൻഡ് ഡെലിവറി നോട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നു. അതായത് ട്രാക്കിംഗ് നമ്പേഴ്സുമായിട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്റ്റ് നോട്ട് ആൻഡ് ഡെലിവറി നോട്ട് ദെൻ ട്രാക്കിംഗ് നമ്പർ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന രണ്ട് വൗച്ചേഴ്സ് ആണ് റിജക്ഷൻ ഔട്ട് ആൻഡ് റിജക്ഷൻ ഇൻ. അപ്പോൾ ഈ റെസിപ്റ്റ് നോട്ട്, ഡെലിവറി നോട്ട്, ട്രാക്കിംഗ് നമ്പേഴ്സും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമുക്കിനി റിജക്ഷൻ ഔട്ട്, റിജക്ഷൻ ഇൻ എന്താണെന്നുള്ളത് ടാലിയിൽ പോയി നോക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ടാലി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മഹാലക്ഷ്മി എൻ്റർപ്രൈസസ് പ്രീവിയസ് കമ്പനി ഓപ്പൺ ആണ്. അപ്പം ഞാനിവിടെ ചെയ്യാനായിട്ട് ഒരു റെസിപ്റ്റ് നോട്ടും ഒരു ഡെലിവറി നോട്ടും ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം റെസിപ്റ്റ് നോട്ട് എന്താണ്, ഡെലിവറി നോട്ട് എന്താണെന്നുള്ളത് ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതായത് ബിൽസ് റിസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു സാധനം റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോക്ക് റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോക്ക് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്നു വിത്തൗട്ട് ബിൽ. അതാണ് റെസിപ്റ്റ് നോട്ട്, ഡെലിവറി നോട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു റെസിപ്റ്റ് നോട്ടും ഒരു ഡെലിവറി നോട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇവിടെ കാണിക്കുക? ബിൽസ് പെൻഡിങ് ആയിരിക്കും. ഒരു പർച്ചേസ് ബിൽ പെൻഡിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സെയിൽസ് ബില്ല് പെൻഡിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ബിൽ പെൻഡിങ്സ് അതിൻ്റെ റിപ്പോർട്ട് കാണാനായിട്ട് ഗേറ്റ്വേ ടാലിക്കകത്ത് ഡിസ്പ്ലേയിൽ വരിക. ഡിസ്പ്ലേക്കകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി അതിനകത്ത് നിങ്ങൾക്ക് കാണാം രണ്ട് ഓപ്ഷൻസ്, പർച്ചേസ് ബിൽ പെൻഡിങ്സ് ആൻഡ് സെയിൽസ് ബിൽ പെൻഡിങ്. അപ്പം എനിക്ക് ആദ്യം പർച്ചേസ് ബിൽ പെൻഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ കാണാം, കണ്ടോ, പർച്ചേസ് ബിൽ പെൻഡിങ് ഒരെണ്ണം ഇവിടെ കാണുന്നുണ്ട്. LCD 15 ഇഞ്ച് TV. ആർക്കാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന? ഫോക്കസ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഫോക്കസ് എൻ്റർപ്രൈസസ് നമുക്ക് സാധനം തന്നിട്ടുണ്ട്, നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ഗുഡ്സ് റിസീവ്ഡ് ബട്ട് ബിൽസ് നോട്ട് റിസീവ്ഡ്. ഗുഡ്സ് റിസീവ് ചെയ്തു, പക്ഷേ ബില്ല് റിസീവ് ചെയ്തിട്ടില്ല. സോ പർച്ചേസ് ബിൽസ് പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. എൻ്റെ ട്രാക്കിംഗ് നമ്പർ കാണിച്ചിരിക്കുന്നത് T.3 എന്നാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി. 35 സ്റ്റോക്കാണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സെയിൽസ് ബിൽ പെൻഡിങ് നമുക്കൊന്ന് നോക്കാം. സെയിൽസ് ബിൽ പെൻഡിങ് എടുത്തു. അപ്പോൾ അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. സെയിൽസ് ബിൽ പെൻഡിങ് ട്രാക്കിംഗ് നമ്പർ DN.03 എന്നാണ് നമ്മുടെ ട്രാക്കിംഗ് നമ്പർ വന്നിരിക്കുന്നത് അല്ലേ. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗാലക്സി A30 ആണ്. ഇതാണ് കസ്റ്റമർ അതിഥി എൻ്റർപ്രൈസസ്. അതിഥി എൻ്റർപ്രൈസസിന് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബില്ല് നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെ നോക്കാം, ഗുഡ്സ് ഡെലിവേർഡ് ബട്ട് ബിൽസ് നോട്ട് മെയ്ഡ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് ബില്ല് ഇവിടെ പെൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ട്രാക്ക് നമ്പേഴ്സ് കണ്ടു അല്ലേ. രണ്ട് ട്രാക്ക് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാക്ക് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിജക്ഷൻ ഔട്ട് ആൻഡ് റിജക്ഷൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം റിജക്ഷൻ ഔട്ടിലോട്ട് പോകാം. അപ്പോൾ റിജക്ഷൻ ഔട്ട് ഇൻ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് നമുക്ക് വരുന്നത്, രണ്ട് വൗച്ചേഴ്സ് വരുന്നത് ഇൻവെൻട്രി വൗച്ചേഴ്സിൻ്റെ ആണ്. അപ്പോൾ ഇൻവെൻട്രി വൗച്ചേഴ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. റിജക്ഷൻ ഇൻ ഔട്ട് എന്ന് പറയുന്ന രണ്ട് വൗച്ചേഴ്സും ബൈ ഡിഫോൾട്ട് ടാലിയിൽ ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, റിജക്ഷൻ ഇൻ, റിജക്ഷൻ ഔട്ട് രണ്ട് വൗച്ചേഴ്സും തന്നെ ഇവിടെ ഡിസേബിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പം നമുക്കത് ഇനേബിൾ ചെയ്യാം. ഇനേബിൾ ചെയ്യാനായിട്ട് F11 ഫീച്ചേഴ്സ് പോകാം. അപ്പോൾ F11 പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇൻവെൻട്രി ഇതിനകത്താണ് നിൽക്കുന്നത് അല്ലേ. ഇത് ഗേറ്റ്വേ ടാലിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇൻവെൻട്രി F11 ഈ ഫീച്ചേഴ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ F11 ഫീച്ചേഴ്സ് എടുത്തിട്ട് F2 പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെൻട്രി വൗച്ചേഴ്സിനകത്ത് നിന്നുകൊണ്ടാണ് ഗേറ്റ്വേ ടാലി അതിനകത്ത് നിന്നുകൊണ്ടാണ് F11 ഫീച്ചേഴ്സ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻവെൻട്രി ഫീച്ചേഴ്സ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ യൂസ് ട്രാക്കിംഗ് നമ്പേഴ്സ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡെലിവറി നോട്ടും റെസിപ്റ്റ് നോട്ടും ചെയ്തപ്പോൾ ഇനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാക്കിംഗ് നമ്പറും ഓട്ടോമാറ്റിക്കലി ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് യൂസ് റിജക്ഷൻ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് എസ് ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് രണ്ട് ഓപ്ഷനും ഇവിടെ ഇനേബിൾ ആയിട്ടുണ്ട്. ഉണ്ടോ, റിജക്ഷൻ ഇൻ ഇനേബിൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ റിജക്ഷൻ ഔട്ടും ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചർ എടുക്കാം. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+F6 ആണ്. Alt+F6. ഓക്കെ, റിജക്ഷൻ ഔട്ട് വന്നിട്ടുണ്ട്.
ഇനി റിജക്ഷൻ ഔട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റിജക്ഷൻ ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് സ്റ്റോക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ റിസീവ് ചെയ്ത സ്റ്റോക്കിൽ നിന്നും certain നമ്പർ ഓഫ് ഗുഡ്സ് സ്റ്റോക്ക് നമ്മൾ റിജക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ റിജക്റ്റ് ചെയ്യുമ്പോൾ certain കണ്ടീഷൻസിലായിരിക്കും നമ്മൾ റിജക്റ്റ് ചെയ്യുക. 1-2 കണ്ടീഷൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസീവ് ചെയ്ത ഗുഡ്സിൽ 1-2 ചിലപ്പോൾ ഡാമേജ് ആയിട്ടുണ്ടാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ പ്രൈസിലായിരിക്കും നമുക്ക് സാധനം തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിജക്റ്റ് ചെയ്യാം. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചാലും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല കണ്ടീഷൻസിലും നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് റിസീവ് ചെയ്ത ഗുഡ്സ് ആണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെയും റിജക്ഷൻ ഔട്ടിലും റെസിപ്റ്റ് നോട്ട് പോലെ തന്നെ റെസിപ്റ്റ് നോട്ടിൽ എന്തായിരുന്നു പ്രത്യേകത? നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ബില്ലില്ലാതെയാണ് നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്. വിത്തൗട്ട് ബില്ലാണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യില്ല. അതേസമയം നമ്മുടെ ഇൻവെൻട്രി ആയിരിക്കും അഫക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് റിജക്ഷൻ ഔട്ടും. ഇവിടെ ഇതുവരെയും പർച്ചേസ് ബില്ല് വന്നിട്ടില്ല, ബില്ലിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇൻവെൻട്രീനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവെൻട്രിയിൽ കുറയും, അതേസമയം നമ്മുടെ അക്കൗണ്ട്സിൽ അത് അഫക്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ റിജക്ഷൻ ഔട്ട് ചെയ്യാനായിട്ട് ഓൾറെഡി ഞാൻ ഷോർട്ട് കീ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് ആദ്യം ആസ് യൂഷ്വൽ നമ്മുടെ വൗച്ചർ ഡേറ്റ് കൊടുക്കാം. വൗച്ചർ ഡേറ്റ് കാണിക്കാം. ലെഡ്ജർ, ഇവിടെ ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഏതാണോ നമ്മുടെ സപ്ലയർ, ആർക്കാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സപ്ലയർ എന്ന് പറയുന്നത് ഇവിടെ ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ് ആണ്. നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ റിസീവ് ഓൾറെഡി ഫോക്കസ് എൻ്റർപ്രൈസസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 35 നമ്പർ ഓഫ് LCD 15-inch TV റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ട്രാക്കിംഗ് നമ്പർ എന്ന് പറയുന്നത് T.3 ആണ്. അപ്പോൾ ഈ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 2 നമ്പറാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. 2 TV ആണ് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് എൻ്റർപ്രൈസസ് ആണ് ലെഡ്ജർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഫോക്കസ് എൻ്റർപ്രൈസസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ സപ്ലയർ നെയിം ആൻഡ് അഡ്രസ് ഫീൽഡിൽ എൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേയിൽ വരും. നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടായിട്ട് നമ്മൾ അവിടെ ഡീറ്റെയിൽസ് എന്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വരിക. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ വരുമായിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. ദെൻ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്ത് ഐറ്റം ഫീൽഡിൽ വരും. അപ്പോൾ നമ്മുടെ ഏതാണ് ഐറ്റം എന്ന് പറയുന്നത് LCD 15-inch TV ആണ്. അപ്പോൾ എല്ലാം ടൈപ്പ് ചെയ്യുമ്പോൾ LCD 15-inch TV അവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റോക്ക് സമ്മറി നിങ്ങൾക്ക് എടുത്ത് കാണിച്ചില്ല, കാരണം ഇവിടെ തന്നെ നമുക്ക് റിപ്പോർട്ടിൽ കാണാം, നമ്മുടെ റിപ്പോർട്ട് കാണാം അല്ലേ. അതായത് LCD 15 TV ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 50 നമ്പേഴ്സാണ്, 50 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളിത് റിജക്റ്റ് ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറും എന്നുള്ളത് നമുക്ക് പിന്നെ പോയി റിപ്പോർട്ടിൽ പോയി നോക്കാം. ഇപ്പം 50 ഉള്ളത്. അപ്പോൾ LCD 15-inch TV സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ട്രാക്കിംഗ് നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് ഏത് റിസീപ്റ്റിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ അത് ചെയ്യുക എന്നുള്ളത് അല്ലേ, റിജക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ട്രാക്കിംഗ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? T.3. സോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞു. ഏത് ഗോഡൗണിലാണ് നമ്മൾ റിസീവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓബ്വിയസ്ലി നമ്മൾ ആ ഗോഡൗണിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് മാറ്റി കൊടുക്കുക. എത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റി? 2 ആണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ഓക്കെ, ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ റിജക്ഷൻ ഔട്ടിൽ ഫില്ല് ചെയ്യുന്നത്. പിന്നെ നറേഷൻ കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിജക്ഷൻ ഔട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റോക്ക് ഒന്ന് നോക്കാം. റിപ്പോർട്ടിൽ പോയി വന്ന് നോക്കിയാലോ. സ്റ്റോക്ക് സമ്മറി എടുക്കുവാണ്. സ്റ്റോക്ക് സമ്മറി ഗേറ്റ്വേ ടാലിക്കകത്ത് സ്റ്റോക്ക് സമ്മറി എടുത്തു. നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു TV ആയിരുന്നു. സോ ടെലിവിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഉണ്ടാവും LCD 15-inch TV. ഇപ്പം നമ്മുടെ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞതുണ്ടോ? 40 നമ്പേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജൂലൈയിലായിരുന്നു കൊടുത്തിരുന്നത്. ജൂലൈ നോക്കിക്കേ, അവിടെ സ്റ്റിൽ പർച്ചേസ് ബിൽസ് പെൻഡിങ്. ഇപ്പോഴും അത് പെൻഡിങ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം റിജക്ഷൻ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോഴും ബില്ല് നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പർച്ചേസ് ബില്ല് നമ്മൾ റിസീവ് ചെയ്തു, ബില്ലിംഗ് ചെയ്തതിന് ശേഷമാണ് റിട്ടേൺ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് നോട്ട് വൗച്ചറിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെബിറ്റ് നോട്ടും ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ പർച്ചേസ് ബിൽ, ആഫ്റ്റർ ബില്ലിങ്ങിന് ശേഷം മാത്രമാണ് നമ്മൾ ഡെബിറ്റ് നോട്ടിൽ റിട്ടേൺ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ബില്ലിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ റിട്ടേൺ റെക്കോർഡ് ചെയ്യേണ്ടത് റിജക്ഷൻ ഔട്ടിലായിരിക്കണം. ഓക്കെ, ദെൻ നമുക്കിനി റിജക്ഷൻ
ഇൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ തിരിച്ച് ഗേറ്റ്വേ ടാലിക്കകത്ത് വരുവാണ്. റിജക്ഷൻ ഇന്നും നമ്മുടെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുത്തു, ഇൻവെൻട്രി വൗച്ചേഴ്സിലാണ് ചെയ്യേണ്ടത്. ഇൻവെൻട്രി വൗച്ചേഴ്സ് എടുത്തു. ഇതിനകത്ത് റിജക്ഷൻ ഇൻ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+F6 ആണ് ഷോർട്ട് കീ. റിജക്ഷൻ ഇൻ ചെയ്യുക. അപ്പോൾ റിജക്ഷൻ ഇൻ എന്ന് പറയുന്നത് എന്താണ്? റിജക്ഷൻ ഇൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡെലിവർ ചെയ്ത കസ്റ്റമറിന് ഗുഡ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ നമുക്ക് റിജക്റ്റ് ചെയ്യാണ്. സെയിം കണ്ടീഷൻ, റിജക്ഷൻ ഔട്ടിൽ പറഞ്ഞ സെയിം കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെയും വരിക. റിജക്ഷൻ ചെയ്യണമെങ്കിൽ വരുന്ന റീസൺസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സെയിം എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിലോ, പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലോ, അപ്പോൾ കൂടുതൽ നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കസ്റ്റമർ നമുക്ക് തിരിച്ച് റിജക്റ്റ് ചെയ്യുവാണ്, നമ്മൾ റിസീവ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് റിജക്ഷൻ ഇൻ എന്ന് പറയുന്നത്. നമ്മളാണ് റിസീവ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി അതിഥി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കസ്റ്റമറിന് നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഗാലക്സി A30 എന്ന് പറയുന്ന മൊബൈൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഡെലിവറി നോട്ടിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ചു തന്നു സെയിൽസ് ബിൽ പെൻഡിങ്ങിൽ അല്ലേ. അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് DN.03 എന്നാണ് നോട്ട് ചെയ്തിട്ടുള്ളത്, റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെയും ഡേറ്റ് കാണിക്കുക. ഡേറ്റ് കാണിക്കുവാണ്. ലെജർ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ പേര്. കസ്റ്റമർ എന്ന് പറയുന്നത് അതിഥി എൻ്റർപ്രൈസസ് ആണ്. അതിഥി എൻ്റർപ്രൈസസ് കൊടുത്തു. നെയിം ആൻഡ് അഡ്രസ് ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. എൻ്റർ ചെയ്യുക. ഐറ്റം ഫീൽഡിൽ നമ്മുടെ ഐറ്റം കാണിക്കുക. ഐറ്റം എന്ന് പറയുന്നത് ഗാലക്സി A30 ആണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 435 നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കുറയുന്നതെന്ന് നോക്കാം. കുറയല്ല, ഇപ്പോൾ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ റിസീവ് ചെയ്യുവാണ്. നമ്മൾ കസ്റ്റമറിന് കൊടുത്തത് നമ്മൾ തിരിച്ച് റിസീവ് ചെയ്യുവാണ്. ഇവിടെ ഇപ്പോൾ 435 ഉണ്ട്. എങ്ങനെയാണ് ചേഞ്ചസ് വരും നോക്കാം. ട്രാക്കിംഗ് നമ്പർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് DN.03 ആണ്. നമ്മുടെ ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഗോഡൗൺ 1 നിന്നാണ് ഗോഡൗൺ 1 തന്നെ നമ്മൾ റിസീവ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇല്ല വേറെ ഗോഡൗണിലോട്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോഡൗൺ അവിടെ മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ സെയിം ഗോഡൗണിൽ റിസീവ് ചെയ്യുവാണ്. ക്വാണ്ടിറ്റി എത്രയാണ് നമ്മളിവിടെ നമുക്ക് കിട്ടുന്നത്? 3 നമ്പേഴ്സ്. അപ്പോൾ കസ്റ്റമർ റിജക്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്ന 3 ആണ്. ഓക്കെ, എൻ്റർ ചെയ്ത് സ്കിപ്പ് ചെയ്ത് വരിക. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നറേഷൻ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ സ്ക്രീൻ അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സമ്മറിയിൽ വന്ന ഡിഫറൻസ് ഒന്ന് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുക്കാം. ഗേറ്റ്വേ ടാലിക്കകത്ത് സ്റ്റോക്ക് സമ്മറി എടുക്കുവാണ്. നമ്മുടെ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ ഗാലക്സി A30 ആയിരുന്നു നമ്മുടെ സ്റ്റോക്ക്. ബട്ട് ക്വാണ്ടിറ്റി മാറിയിട്ടില്ലേ? 438 ആയിട്ട് മാറി. അപ്പോൾ കൂടിയിട്ടുണ്ട്, സ്റ്റോക്ക് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. നിങ്ങൾ അക്കൗണ്ട്സിൽ പോയി നോക്കിക്കഴിഞ്ഞാലും ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് പർച്ചേസും സെയിലും ചെയ്ത് നോക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും കണ്ടതാണ് ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്ത് എങ്ങനെയാണ് പർച്ചേസും സെയിലും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ റിജക്ഷൻ ഇന്നും ഔട്ടും കൂടെ യൂസ് ചെയ്തത് കൊണ്ട് ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ തിരിച്ച് ഗേറ്റ്വേ ടാലിക്കകത്ത് വന്നു. പർച്ചേസ് സെയിൽസ് ചെയ്യാൻ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ പർച്ചേസ് വന്നിട്ടുണ്ട് അല്ലേ. പർച്ചേസ് വൗച്ചർ ഷോർട്ട് കീ എന്ന് പറയുന്നത് F9 എടുക്കുക. ദെൻ നമ്മുടെ ഡേറ്റ് കാണിക്കുക. ഏത് ഡേറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാണിക്കുക. ഇൻവോയ്സ് നമ്പർ കാണിക്കുക. പാർട്ടി എന്ന് പറയുന്നത് ഫോക്കസ് എൻ്റർപ്രൈസസ് ആണ്, സപ്ലയർ അല്ലേ. സപ്ലയർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ട്രാക്കിംഗ് നമ്പർ അവിടെ വരുന്നുണ്ട്. ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. ഇവിടെ ഫോക്കസ് എൻ്റർപ്രൈസസിന് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,90,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഫോക്കസ് എൻ്റർപ്രൈസസിലെ എമൗണ്ട് കൂടും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കാം. ഓക്കെ, ബാക്കി ട്രാക്കിംഗ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. എൻറ്റർ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടായിരുന്നോ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 33. കാരണം നമ്മൾ 35 എണ്ണമാണ് റിസീവ് ചെയ്തത്. റിസീപ്റ്റ് നോട്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള 35, അതിൽ 2 എണ്ണം നമ്മൾ റിജക്ഷൻ ഔട്ടിൽ കാണിച്ചു, റിജക്റ്റ് ചെയ്തു. അപ്പോൾ 33 ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. ബാക്കി എൻ്റർ ചെയ്ത് നമുക്ക് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യാം. നറേഷനൊക്കെ കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ പർച്ചേസ് വൗച്ചർ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിൽസ് വൗച്ചർ ചെയ്യാം. അതായത് നമ്മുടെ ഡെലിവറി നോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെലിവറി നോട്ട് കഴിഞ്ഞിട്ട് റിജക്ഷൻ ഇൻ ചെയ്തു അല്ലേ. കസ്റ്റമറിന് നമ്മൾ സാധനം ഡെലിവർ ചെയ്തു. 35 സ്റ്റോക്കാണ്, ഗുഡ്സ് ആണ് നമ്മൾ ഡെലിവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 3 എണ്ണം റിജക്ഷൻ ഇന്നില്ല, അതായത് നമ്മൾ റിസീവ് ചെയ്തു. അവർ റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ 35 എണ്ണത്തിൽ 32 എണ്ണത്തിൻ്റെ ബില്ലിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. സെയിൽസ് വൗച്ചറിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F8 ആണ്. ഡേറ്റ് ഞാൻ സെയിം ഡേറ്റ് തന്നെ കൊടുക്കുവാണ്. ദെൻ റെഫറൻസ് നമ്പർ കൊടുക്കാം. പാർട്ടി എന്ന് പറയുന്നത് അതിഥി എൻ്റർപ്രൈസസ് ആണ്. അതിഥി എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാക്കിംഗ് നമ്പർ വരുന്നുണ്ട്. ട്രാക്കിംഗ് നമ്പർ കൊടുക്കുക. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ സെയിൽസ് വന്ന് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി വരും. ദെൻ ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ടോ ഇവിടെ 30, അതായത് 3 എണ്ണം റിജക്റ്റ് ചെയ്തതിന് ശേഷം 35 എണ്ണമാണ് നമ്മൾ ശരിക്കും ഡെലിവറി ചെയ്തത്. അത് കഴിഞ്ഞ് പക്ഷേ റിജക്ഷൻ ഇന്നിൽ നമ്മൾ 3 എണ്ണം റെക്കോർഡ് ചെയ്തു, അല്ലേ, റിജക്റ്റ് ചെയ്തു അവർ. അപ്പോൾ 32 എണ്ണത്തിൻ്റെ ബില്ലിംഗ് ആണ് നമ്മളിവിടെ, സെയിൽസ് ബില്ലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എസ്കേപ്പ് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക, പിന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ന്യൂ റെഫറൻസ് കൊടുത്തു. ഓക്കെ, സേവ്. അപ്പോൾ നമ്മുടെ സെയിൽസ് ബില്ലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാകും. അപ്പോൾ ഈ ട്രാക്കിംഗ് നമ്പർ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്തത്, എവിടെ മുതലാണ് നമ്മൾ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ റെസീപ്റ്റ് നോട്ട് ഓൺവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലേ. റെസീപ്റ്റ് നോട്ടിൽ നമ്മൾ പുതുതായിട്ട് റെസീപ്റ്റ് നോട്ടിലും ഡെലിവറി നോട്ടിലും നമ്മൾ പുതുതായിട്ട് ട്രാക്കിംഗ് നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ റിജക്ഷൻ ഇൻ ആൻഡ് ഔട്ട്, അതിൽ നമ്മൾ അതേ സെയിം ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുന്നു, ഇന്നും ഔട്ടും കാണിച്ചു. അതേ സെയിം ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ട് പർച്ചേസ് ആൻഡ് സെയിൽസ് ബില്ല് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ട്രാക്കിംഗ് നമ്പേഴ്സിൻ്റെ യൂസ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ എക്സസൈസിലോട്ട് പോവാം. അപ്പോൾ പ്രീവിയസ് കമ്പനി ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കൊടുത്തിരുന്ന 2 എൻട്രീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെയും എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സസൈസ് കൊടുത്തിട്ടുണ്ടായിരുന്ന റെസീപ്റ്റ് നോട്ടിന് ജ്യോതി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ട്. V30 എന്ന് പറയുന്ന മൊബൈൽ റിസീവ് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രാക്കിംഗ് നമ്പർ ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ഇഷ്ടത്തിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ട് 3 എണ്ണം റിട്ടേൺ ചെയ്യുന്നതായിട്ട് കാണിക്കാം റിജക്ഷൻ ഔട്ടിൽ. അതുപോലെ തന്നെ മൊബൈൽ വേർഡ് എന്ന് പറയുന്ന കസ്റ്റമറിന് നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു, TV. അതിൽ 3 എണ്ണം റിജക്റ്റ് ചെയ്യുവാണ്, റിജക്ഷൻ ഇന്നിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.